ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനായി 2023-2024 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ നീക്കിവെച്ചത് 75 ലക്ഷം രൂപയാണ്. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലീസ്, എക്സൈസ്, വനിതാ ശിശു വികസന വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, ആരോഗ്യം, വിമുക്തി മിഷൻ എന്നീ വകുപ്പുകൾ ഒന്നു ചേർന്നാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം വളരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോഴും മന്ത്രി സജി ചെറിയാന്റെ കണ്ണിൽ കുട്ടികൾ പുകവലിക്കുന്നത് ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു. കുട്ടികളാകുമ്പോൾ കമ്പനി കൂടും, വലിക്കും എന്നാണ് മന്ത്രിയുടെ പക്ഷം. യു പ്രതിഭ MLAയുടെ മകനെതിരെയുള്ള കേസാണ് സജി ചെറിയാൻ ന്യായീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ MLAയുടെ മകനെതിരെയുള്ള കേസ് കഞ്ചാവ് കൈവശം വെച്ചതിനാണ് എന്നത് മന്ത്രി വിട്ടുകളയുന്നു. അതും നമ്മുടെ സാംസ്കാരിക മന്ത്രിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇതാണ്: മഹാ അപരാധം. ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ, റിജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ശ്രീ റിജി ലൂക്കോസിലേക്ക്. ശ്രീ റിജി ലൂക്കോസ്, ഇന്ന് നടത്തിയിരിക്കുന്ന ആ പ്രയോഗം, ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസംഗം, മന്ത്രി പിന്നീട് അതിനെ വിശദീകരിച്ച് നടത്തിയ പ്രതികരണം, രണ്ടിനെയും എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? സ്മൃതി, ആദ്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ രണ്ട് വാക്കുകളോട് വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട MP രാജേഷ് മന്ത്രി, എക്സൈസ് മന്ത്രി പറഞ്ഞതിന് ഒപ്പം ചേർന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സജി ചെറിയാൻ എന്ന് പറയുന്ന ആളൊരു ശുദ്ധഹൃദയനായ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ള ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയശുദ്ധി കൊണ്ടായിരിക്കാം ചില നാടൻ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നടത്തിയത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പക്ഷേ അതിൻ്റെ കോൺടെക്സ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതിനെ ന്യായീകരിക്കുകയല്ല, മനസ്സിലാക്കുമ്പോൾ മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വരും. 3 ഗ്രാം കഞ്ചാവുമായിട്ട് 9 കുട്ടികളെ, അതിലൊന്ന് ബഹുമാനപ്പെട്ട കായംകുളം MLAയുടെയാണ്, പ്രതിഭാഹരി, പിടിച്ചു. അപ്പോൾ അവിടെ ചില വാർത്തകൾ വന്നിരിക്കുന്നത് ഹരി MLAയുടെ മകനെ കഞ്ചാവുമായി കസ്റ്റഡിയിൽ. അപ്പോൾ എന്താ വിചാരിക്കുന്നത്, ഈ പയ്യനെ എവിടുന്ന് കഞ്ചാവുമായിട്ട് കസ്റ്റഡിയിലെടുത്തുള്ള അങ്ങനെ ഒരു പെരുപ്പിച്ച ഒരു നെഗറ്റീവ് ഒരു വാർത്ത അവരെക്കുറിച്ച് പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് വൈകാരികമായിട്ട് പ്രതിഭാഹരി MLA പ്രതികരിച്ചു. ആ പ്രതികരണം ഞാനും കണ്ടതാണ്. ഞാനും അതിനു വേണ്ടിയിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പോൾ ആ പ്രതികരണത്തിൻ്റെ വൈകാരിക തലങ്ങളിലൂടെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് കായംകുളം എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ വളരെ ജനകീയ അടിത്തറയുള്ളതും ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു MLA, നല്ല പേരുള്ളൊരു MLA ആണ്, നല്ലൊരു മിടുക്കിയ ഒരു MLA ആണ്. അവരെക്കുറിച്ച് ഇങ്ങനെ വാർത്ത പറഞ്ഞപ്പോൾ അവർ പ്രതികരിച്ചു. ആ പ്രതികരണത്തിൽ, പ്രതിഭാ MLAയുടെ പ്രതികരണത്തിൽ ഒരല്പം കടന്നുപോയി. അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അതിനെയും ഞാൻ വിമർശിക്കുകയാണ്. പക്ഷേ എന്നാൽ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഇന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ ഞാൻ നിങ്ങൾ കൊടുത്ത റിപ്പോർട്ടും മാധ്യമങ്ങളെല്ലാം ഞാൻ കണ്ടതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആ കുട്ടികൾ വലിച്ചുകൊണ്ടിരുന്നതിനാണ് അറസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. വലിച്ചുകൊണ്ടിരുന്നതിനല്ല, കേവലം 3 ഗ്രാം കഞ്ചാവ് ഒരു പയ്യൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ള പേരിലാണ് അവർ കൊടുത്തത്. അത് തന്നെയുമല്ല, ഇങ്ങനൊരു വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്തത് തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരോ MLAയോടോ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടോ ശത്രുതയുള്ള ആരോ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ വന്നത്. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, മെസ്സേജ് കിട്ടിയതിൻ്റെ പേരിൽ ഞങ്ങൾ വന്നു പറഞ്ഞു. പക്ഷേ എക്സൈസ് തീർച്ചയായിട്ടും ഇതുപോലെ ആ കുട്ടികളെക്കുറിച്ച്, ഇവിടെ എത്രയോ കിലോ കണക്കിന് കഞ്ചാവ് ഡെയിലി പിടിക്കുന്നു. ഇവിടെ ലീഗിൻ്റെ ഒരു പ്രവർത്തകരിൽ നിന്ന് ഒരു മിനി ലോറി തന്നെ പിടിച്ചു നമ്മുടെ കോവിഡ് കാലത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ആരോപിക്കുകയും DGPക്ക് ഹൈക്കോടതിക്ക് പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം അവരുടെ തന്നെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തിക്കുന്ന മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ കഞ്ചാവുമായിട്ട് മറ്റ് MDM പോലെയുള്ള പിടിച്ചായിട്ടുള്ള വാർത്തകൾ ഒരു 10-15 എൻ്റെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല സ്മൃതി, എന്തിനാ അങ്ങനെ എന്നെ ഈ കാര്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തത്? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ വാർത്തയിൽ കൊടുത്തത് എന്താണ്? എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തുള്ളൂ. അപ്പോൾ അവരാദ്യമായിട്ട് സ്വയം നന്നാകട്ടെ, എന്നിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്, ഇവിടെ കഞ്ചാവ് 3 ഗ്രാമല്ല 1 ഗ്രാമാണെങ്കിൽ പോലും കയ്യിലിരിക്കുന്ന തെറ്റാണ്. ഞാൻ ഇതിനൊക്കെ വളരെ കടകവിരുദ്ധമായി, ഞാനെന്നല്ല, പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണങ്ങൾ നടക്കുന്ന ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനെതിരാണ്. മദ്യത്തിനെതിരെ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നവരുണ്ട്. അതാണ് ഞാൻ MP രാജേഷ് മന്ത്രിയെ ഞാൻ കോട്ട് ചെയ്യാൻ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ഒരു വസ്തുത കൂടെ പറയാം.
കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ മതവർഗീയതയെക്കാളും ഭീഷണിയായിട്ട് വന്നിരിക്കുന്നത് ഈ മയക്കുമരുന്നുകളുടെ വ്യാപനമാണ്. കൊച്ചുകുട്ടികളെ പോലും, സ്കൂൾ വിദ്യാർത്ഥികളെ പോലും, അത് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ വിഷയം പുറത്തു വന്നിട്ടുണ്ട്. അവരെല്ലാം കാരിയേഴ്സ് ആക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ അടുത്തൊരു തലമുറ നശിപ്പിക്കാനായിട്ട് ഈ മാഫിയ സംഘം ആരാണെങ്കിലും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഇന്ന് ആ മീറ്റിംഗിൽ പ്രതിഭാകാരി MLA ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് വെച്ച് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. സോറി, ക്ഷമിക്കണം, എൻ്റെ ഒരു സുഹൃത്ത് യു പ്രതിഭയാണ്, എൻ്റെ ഒരു സുഹൃത്താണ് അവര്. അത് നമ്മൾ അപ്പോൾ നമുക്ക് പ്രതിഭ പറഞ്ഞ കാര്യങ്ങൾ, പ്രതിഭയോടുള്ള പ്രതികരണം എന്നതിനപ്പുറം ഇന്ന് മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഒരു മഹാപരാധമാണോ എന്ന് ചോദിക്കുന്നു. കുട്ടികളെയാണ് പിടിച്ചത്, ശരിയാണ്. ആ കാര്യത്തിൽ എടുത്ത സമീപനത്തിലൊക്കെ നമുക്ക് വിമർശനമുണ്ട്. പക്ഷേ മന്ത്രി പറയുന്നു ഞാനും വലിച്ചിട്ടുണ്ട്, MTയും വലിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രോത്സാഹനമല്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ധാരാളം പേരുണ്ട്, അതിൽ ഉയർന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരൊക്കെ ഉണ്ട്. അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധി കൊണ്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചു വെക്കാൻ അറിയാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പലതവണയായി കേസുകളിൽ പെടുന്നു. എന്താണിത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചോളം അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യത്തിൽ ഞാനും ഉറച്ചു നിൽക്കുന്നു. എനിക്കിപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ന്യായീകരിച്ചിട്ട് ഒന്നും കിട്ടാനില്ല, ഞാൻ ചെയ്യത്തില്ല, ആരും ചെയ്തില്ല. അതുകൊണ്ടാണല്ലോ MP രാജേഷ് കൃത്യമായിട്ട് പറഞ്ഞത്, മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വസ്തുക്കൾക്കെതിരെ പ്രചരണം നടത്തി അതിൽ നിന്ന് പിൻവലിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടത്. വളരെ കറക്റ്റുമാണ്, അതിനൊരു സംശയമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ആദ്യം തന്നെ ഓൺ ചെയ്ത്, ഞാൻ അതിനോടൊപ്പമാണ് ഈ ചർച്ച നിൽക്കുന്നത്. ശരി, ശ്രീജിത്ത് പണിക്കർ, ഈ വിഷയത്തെ ശ്രീജിത്ത് പണിക്കർ എങ്ങനെ കാണുന്നു എന്നുള്ള അറിയാനുള്ള കൗതുകമുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ യു പ്രതിഭയെ വല്ലാതെ ആക്രമിക്കുന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിൽ പ്രതികരണം വന്നത്, ജാതീയമായ അധിക്ഷേപം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പ്രതിഭയും ഇത്തരം വാർത്തകളോട് രോഷത്തോടെ പ്രതികരിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെയും ക്ഷമാശീലം അനുസരിച്ചിരിക്കും. ആ ക്ഷമ ഉണ്ടാകണമെന്നില്ല. കാരണം ഒട്ടും മാന്യമായിട്ടല്ല നവമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വനിതാ രാഷ്ട്രീയ പ്രവർത്തകരോട്, വനിതാ മാധ്യമ പ്രവർത്തകരോടും പെരുമാറുന്നത് താങ്കൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതി അവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കേസിൽ പെട്ടിരിക്കുന്നത് കുട്ടികളാണ് എന്നൊരു രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയില്ലേ? ഒരുപക്ഷെ മന്ത്രി അതായിരിക്കാം പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ് കാട് കയറി ഞാനും വലിച്ചിട്ടുണ്ട്, MTയും വലിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിക്കാൻ ആഗ്രഹിക്കുന്ന, അല്പം പേടിച്ച് നിൽക്കുന്നവർക്ക് ഞാനും എന്നാ വലിക്കാം, മന്ത്രി വലിക്കുന്നുണ്ടല്ലോ എന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അതിലപ്പുറം അത് കുട്ടികളാണ് എന്ന ചിന്തയിൽ ഊന്നിക്കൊണ്ടൊരു ആലോചന കൂടി വേണ്ടേ ശ്രീജിത്ത് പണിക്കർ? അല്ല ശ്രീമതി സ്മൃതി, ഇത് രണ്ട് രീതിയിൽ കാണാം. ഒന്ന് ഈ പറഞ്ഞ ആംഗിളാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൽ ഈ എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന 9 പ്രതികളുടെയും പ്രായം വളരെ കൃത്യമായിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളാണ് എന്ന് പറയാമെങ്കിലും, മാതൃവാത്സല്യം എന്നുള്ള ഒരു വികാരത്തിനെ പറ്റി പറയാമെങ്കിലും, അതിലുള്ള ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ പ്രായം 20 മുതൽ 24 വരെ വയസ്സാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള നിയമത്തിന് മുന്നിൽ പ്രായപൂർത്തിയായിട്ടുള്ള യുവാക്കളാണ്. അപ്പൊ കുട്ടി എന്നുള്ള ഒരു പദം പോലും അതിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ്. കാരണം പ്രായപൂർത്തിയായിട്ടുള്ള നിയമത്തിന് മുന്നിലുള്ള അഡൽട്ടായിട്ടുള്ള പൗരന്മാരാണ്. 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾ എന്ന് പറയുന്നതിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സാങ്കത്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ കലാലയത്തിൽ പഠിക്കുന്ന ആൾക്കാർ എന്ന രീതിയിൽ മാത്രം കോളേജ് കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീമതി പ്രതിഭയുടെ ആ ഒരു പ്രതികരണം പോലും ശരിയായ രീതിയിലായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നവമാധ്യമങ്ങളിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം അനാവശ്യമായിട്ടുള്ള പല ആംഗിളുകളും കൊണ്ടുവന്നുകൊണ്ടാണ് ആൾക്കാർ സംസാരിക്കുക. പക്ഷേ ശ്രീമതി പ്രതിഭയുടെ ആദ്യത്തെ 2 ദിവസവും വന്നിരിക്കുന്ന പ്രതികരണം ശ്രദ്ധിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നവമാധ്യമങ്ങളെ കൊണ്ടായിരുന്നില്ല. അവരെ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളുടെയും പേര് സഹിതം പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാം തന്നെ വിമർശിച്ചത്. അതിൽ തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ ചില മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് മതപരമായിട്ടുള്ള ഒരു ആംഗിൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരാണ് ശ്രമിച്ചത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു വിവാദത്തിന് ഇവിടെ തിരികൊളുത്തിയിരിക്കുന്നത് പ്രതിഭയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി സജി ചെറിയാന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ തന്നെ മഹാപരാധമല്ല എന്ന് പറയുന്ന ഒരു സീസണാണ് CPM-ന്റെ നേതാക്കന്മാർക്കെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് കൊടിസുനിക്ക് പരോള് കിട്ടിയത്. അപ്പോൾ അന്നേരം അതൊരു മഹാപരാധമാണോ എന്ന് ചോദിച്ചത് ശ്രീ P. ജയരാജനാണ്.
ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക്സിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA-യുടെ മകൻ അതിൽ പ്രതിയാകുന്ന സമയത്ത് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് ചോദിക്കുന്നത് അതൊരു മഹാപരാധമാണോ എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, സർക്കാർ സംവിധാനം തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്നത്. ഈ എക്സൈസ് എന്ന് പറയുന്നത് സർക്കാർ സംവിധാനമാണ്, അതിനൊരു വകുപ്പുണ്ട്, അതിനൊരു മന്ത്രിയുണ്ട്, അത് ശ്രീ രാജേഷാണ്. സർക്കാരിന്റെ തന്നെ വകുപ്പിലുള്ള മറ്റൊരു മന്ത്രിയാണ് ആ കുറ്റത്തിനെ ലളിതവൽക്കരിച്ച് ന്യായീകരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ കൂട്ടമായിരുന്ന് പുകവലിക്കുന്നത് മഹാപരാധമല്ല, തെറ്റാണ്, പക്ഷെ മഹാപരാധമല്ല എന്ന് പറയുന്നയാളിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രധാനമാണ്. അതിലൊന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ സാംസ്കാരിക മന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെയാണോ ശരിയായ രീതി? അപ്പോൾ അതുകൊണ്ടാണോ MT വാസുദേവൻ നായരെയൊക്കെ തന്നെ ഇതിന് കൂട്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ട്, അദ്ദേഹം സിനിമാ മന്ത്രി കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെല്ലാവരും കാണുന്നത് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു നടന്റെ അല്ലെങ്കിൽ നടിയുടെ ശബ്ദത്തിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും പുകവലിക്കുന്ന ഒരു ചെറിയ സീന് അല്ലെങ്കിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് കാണിക്കുന്ന ഒരു സീൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ആ സമയത്ത് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊരു വാണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കലാരൂപത്തിൽ പോലും, ഒരു ആവിഷ്കാര സൃഷ്ടിയിൽ പോലും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പറയുകയാണ് ഇവരിന്ന് പുകവലിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയുകയാണ്, അതൊരു വലിയ മഹാപരാധമല്ല. ഇനി ഇത് പുകവലിക്കുകയാണ് എന്ന് തന്നെ കരുതിക്കോളും. പക്ഷെ എവിടെ ഇരുന്നാണ് പുകവലിച്ചത്? അവരുടെ വീട്ടിലിരുന്നാണോ പുകവലിച്ചത്? നമുക്ക് ഈ പറയുന്ന പോലെ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണല്ലോ, അപ്പോൾ പുകവലിക്കാം. പക്ഷെ പുകവലിക്കുന്ന എവിടെ ഇരുന്നിട്ടാണ്? അതിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊതുസ്ഥലത്ത് ഇരുന്നിട്ടാണ്, അല്ലേ? ഒരു ബണ്ടിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അതിന്റെ ഏത് ഭാഗത്താണ് ഇരുന്നിട്ട് ഇവർ കൂട്ടം ചേർന്നിട്ട് വലിക്കുന്നത് എന്നാണ്. അതായത് പൊതുസ്ഥലത്ത് പുകവലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം തെറ്റാണെന്ന് മാത്രമല്ല, ആ പ്രവണത അനുവദനീയമല്ല എന്ന് നമ്മുടെ നാട്ടിലെ കോടതികൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതിനെ പറ്റി സജി ചെറിയാൻ മനസ്സിലാക്കണം. പക്ഷെ ഇനിയും ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് പുകവലിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറ്റം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് NDPS നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതാണ്. ഇപ്പോൾ പുകവലിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു വകുപ്പുകളാണ് അതിൽ വരിക. അത് ഏതാനും ചെറിയ തുകയുടെ ഒരു പെറ്റി കേസാണ്, അത് അടിച്ചിട്ട് അങ്ങ് പോകാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന അതല്ല. ഈ കേസുകൾ എന്ന് പറയുന്നത് NDPS ആക്ടിലെ സെക്ഷൻ 20B(2)(a)യും സെക്ഷൻ 27(b)യുമാണ്. അത് 27 സബ് ബിയും ഉണ്ട്, 27(b)യും ഉണ്ട്. എനിക്ക് തോന്നുന്നത് 27 സബ് ബി ആണെന്നാണ്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ കഞ്ചാവ് കൈവശം വെച്ചു എന്നുള്ളതാണ്. കഞ്ചാവ് കൈവശം വെക്കുകയും വലിയ ന്യായീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിന് 1 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം, അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴ കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന് കിട്ടാം. ഇനി 27 സബ് ബി ആണ് എങ്കിൽ അത് ഈ നമ്മൾ ഈ പറഞ്ഞ കൊക്കൈനൊക്കെയുള്ള പോലെയുള്ള മയക്കുമരുന്നുകൾ ഒഴികെ മറ്റുള്ള മയക്കുമരുന്നുകൾ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് കുറ്റം. അപ്പോൾ ഇതിലെവിടെയാണ് ഈ സാമാന്യവൽക്കരിക്കാവുന്ന ഈ പുകവലി എന്ന് പറയുന്ന സംഭവം വരുന്നതെന്ന് എനിക്കറിയില്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല ശ്രീമതി സ്മൃതി, താങ്കൾ പ്രതിനിധീകരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെ വലിയ ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. സ്കൂളുകളുടെയും കോളേജുകളുടെയും സമീപത്ത് ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് ക്യാമ്പയിന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറ്റം പറയുകയും അങ്ങനെയുള്ള ആൾക്കാരോട് അവരൊക്കെ തന്നെ കവർ ചെയ്യുന്ന ഒരു ഇവന്റിൽ വന്ന് നിന്നിട്ട് ഇതൊന്നും ഒരു മഹാപരാധമല്ല എന്നും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ നയപരിപാടിയോടൊപ്പം മന്ത്രി സജി ചെറിയാൻ എന്നുള്ള ഒരു ചോദ്യമാണ്. അല്ലാതെ നിങ്ങൾ ഇതിനെ ഇൻഡിവിജ്വലായിട്ട് ഇതിനെ ലളിതവൽക്കരിച്ച്, അതായത് നാർക്കോട്ടിക്സ് കയ്യിൽ വെച്ചു എന്നുള്ള ഒരു കേസിൽ അതെന്തൊക്കെയാണ്? ഗ്രാം എത്രയും ആയിക്കോട്ടെ, കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പിന്നെ അത് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പി, പപ്പായ തണ്ട്, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അവരെ പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ ലളിതവൽക്കരിച്ചുകൊണ്ട് കേവലം പുകവലിക്കുകയാണ്, അത് ഞാനും MTയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സജി ചെറിയാൻ പപ്പായ തണ്ട് വഴി വലിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലല്ലോ. സജി ചെറിയാന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു യാതൊരു വിധത്തിലുള്ള കമ്പാരിസണും ഇല്ലാത്ത മറ്റൊരു കാര്യത്തിനെ കൊണ്ടുവന്നിട്ട് ആ MLA കൂടി വേദിയിലിരുത്തിക്കൊണ്ട് അതിനെ ലളിതവൽക്കരിക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ആന്റി ഡ്രഗ് ക്യാമ്പയിനുകൾ നടത്തുന്നു. അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മന്ത്രി എന്തിനാണ് പോവുക? ഒരുപക്ഷെ എത്രയോ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആളായിരിക്കും മന്ത്രി ശ്രീ സജി ചെറിയാൻ എന്ന് ആലോചിച്ച് നോക്കുക. അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താകും എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു പുകയെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തരാതരം സന്ദർഭത്തിനനുസരിച്ചിട്ട്
പുകയില ഉൽപ്പന്നങ്ങളുടെ ആണെങ്കിലും ഈ നാർക്കോട്ടിക്സിന്റെ ആണെങ്കിലും ഉപയോഗത്തിനെയൊക്കെ ലളിതവൽക്കരിച്ച് സാമാന്യവൽക്കരിക്കാനും അതല്ല എങ്കിൽ എതിർക്കാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, ലഹരി ഉപയോഗമാണോ, ലഹരി വിൽപ്പനയാണോ, ലഹരി കൊണ്ടു നടന്ന് കുട്ടികളിലേക്ക് എത്തിക്കുന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ട അപരാധം? ഈ ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പുറത്തു കടക്കാൻ ഏത് രൂപത്തിൽ എക്സൈസ് വകുപ്പ്, സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നു എന്നതിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ ചർച്ച പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ സംസ്ഥാനത്താകെ തന്നെ ലഹരി മരുന്ന് വിൽപ്പനയിൽ വലിയ വർധനയാണ്. തലസ്ഥാനത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ 300% വർധന എന്നൊരു വിവരം കൂടി പുറത്തു വരികയാണ്. ഓരോ ജില്ലകളിലും എടുത്തു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കണക്കാണ്. അത് ഈ സ്കൂൾ കുട്ടികളിൽ നടത്തിയ അവബോധം പരിപാടികളിൽ നിന്നാണ് അവരിലേക്ക് എത്തുന്നതിൻ്റെ വിവരങ്ങളടക്കം വന്നത്. അത് അനുസരിച്ചാണ് പുതിയ കണക്കുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകളൊക്കെ എക്സൈസ് വകുപ്പിനും കിട്ടുന്നു. ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നത്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരി മുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എത്രത്തോളം അത് വിജയിക്കുന്നു, ഈ വിൽപ്പന തടയാൻ എന്തു ചെയ്യുന്നു എന്നൊരു പ്രശ്നം കൂടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. സർക്കാർ എത്രത്തോളം അതിൽ വിജയിച്ചിട്ടുണ്ട്? നല്ലൊരു ചോദ്യമാണ്. അതായത് ഒരു ഗവൺമെന്റ് മിഷണറി കൊണ്ട് മാത്രം തടയാവുന്നതല്ല മയക്കുമരുന്ന്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപനം നടക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബ് പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്നും നമ്മുടെ BSF ജവാന്മാർ അധികം വാർത്തയിലൊന്നും ഇടം പിടിക്കാറില്ല. ഞാൻ പിന്നെ അവിടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ കിട്ടിയൊരു ഇതാണ്, നമ്മൾ ഡേറ്റായുണ്ട്. അവരെല്ലാം പിടിക്കുന്നുണ്ടെങ്കിലും ഭീകരമായൊരു വ്യാപനം പഞ്ചാബിലുണ്ട്. പഞ്ചാബിൽ തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു സേനയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിന്റെ വ്യാപനം തടയാൻ പറ്റത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ മാർഗം? അത് നമ്മുടെ ഈ ഗവൺമെന്റ് മിഷണറി മാത്രം ശ്രമിച്ചാൽ പോരെ, സമൂഹം കൂടെ ഉണരണം. എങ്ങനെയാണ് സമൂഹം ഉണരണേ? സമൂഹം ഉണരണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റക്കെട്ടായി സമൂഹം ഇതിനെ പുറകോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിൽ മുന്നോട്ട് വരണം. ഇപ്പം ഇതിനകത്തൊരു നമ്മൾ നേരിടുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം, ഞാനൊക്കെ ഇതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ DYFIയുടെ ഒക്കെ ഉള്ള പല പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ മാഫിയ സംഘങ്ങൾ വിരസിക്കൊണ്ടിരിക്കുക. ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അവിടെയൊക്കെ ഒരാളെ കഞ്ചാവുമായിട്ട് നാട്ടുകാർ പിടിച്ചാൽ 10-60 പേര് ബൈക്കിൽ വന്ന് ഈ നാട്ടുകാരെ തല്ലും. അപ്പോൾ ഒരു ഭയം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിന് നേരത്തെ നമ്മുടെ ഋഷിരാജ് സിംഗ് മോഡലിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ളൊരു പ്രതിരോധമല്ലാതെ കണ്ട് ഒരു മിഷണറി നിരീക്ഷിച്ചുകൊണ്ട് മാത്രം സാധിക്കത്തില്ല. നമ്മുടെ എക്സൈസും പോലീസും ഒക്കെ പല രീതിയിലുള്ള ഈ നാർക്കോട്ടിക് സെല്ലൊക്കെ നിരവധി കഞ്ചാവുകളും അതുപോലെ MDM പോലെയുള്ള മയക്കുമരുന്നുകളൊക്കെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. അപ്പോൾ ജനത്തിനൊരു ബോധവൽക്കരണം വേണം. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ വ്യാപനം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് അഡിക്റ്റ് ആകുന്നത്? അഡിക്റ്റ് ആകുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട്. കാരണം ഇതിലൂടെ കിട്ടുന്ന പിന്നെ ഒരു ലഹരി അവർ ഉന്മത്താവസ്ഥയിലേക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അഡിക്റ്റഡ് ആകും. അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹാങ് ഓവർ പോയി കഴിഞ്ഞാൽ ഇവർ വലിയ വിഭ്രാന്തി കാണിക്കുമ്പോൾ വീണ്ടും ഇതിലേക്ക് പോകും. പിന്നെ ഈ കൊച്ചു കുട്ടികളെ തന്നെ ക്യാരിയർ ആക്കിക്കൊണ്ട് ഇതിന്റെ ദോഷങ്ങൾ അറിയാത്ത ഈ കുട്ടികളെ പോലും ക്യാരിയർ ആക്കിക്കൊണ്ട് ഈ പണം സമ്പാദിക്കുന്ന ഈ കൊടും മാഫിയ, അത്തരം മാഫിയകളെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ സമൂഹം ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നേരത്തെ ഒരു ചോദ്യം ഇവിടെ നമ്മുടെ ശ്രീജിത്തിനോട് പണിക്കരോട് ചോദിച്ചതിന് ഒരു മറുപടി ഞാനോട് പറയാം. അതായത് പ്രതിഭാഹരിക്കെതിരെ വലിയ രീതിയിലുള്ള സാമൂഹ്യ വേട്ട നടത്തി അതിന്റെ പ്രതികരണങ്ങളെയാണ് അദ്ദേഹം പ്രതികരിച്ചെന്ന് പറയുന്നത്. എനിക്ക് അതിനകത്തൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയക്കാരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും ഇൻക്ലൂഡിംഗ് ശ്രീജിത്തിൽ പണിക്കരായാലും ഞാനായാലും ഇന്ന് നിരന്തരമായ രീതിയിലുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ വേട്ടയ്ക്കിരയാവുന്നവരാ. അത് നേരിടാൻ പറ്റാത്ത ഒരാൾക്കും ഇനി ഇവിടെ സാമൂഹ്യ പ്രവർത്തനോ മാധ്യമപ്രവർത്തനോ നടക്കത്തില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തന്നെ അതിന്റെ തിക്താനുഭവങ്ങൾ എന്തോരം നേരിട്ടുണ്ട് സ്മൃതിയാണെങ്കിലും എല്ലാവരും. അപ്പം ചില വൈകല്യമുള്ള മനസ്സുകൾ ഇത് തന്നെ തൊഴിലാക്കിക്കൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ഇടുകയും അതുപോലെ തന്നെ ഈ ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യും. നമ്മൾ വിദൂരത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ലൈക്ക് കിട്ടും, കാശ് കിട്ടും. ഇപ്പോൾ സമൂഹത്തെ വിറ്റ് നല്ല മാന്യമായിട്ട് ജീവിക്കുന്നവരെ പോലും വിറ്റ് കാശുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയേ, തിരുവനന്തപുരത്ത് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് നിങ്ങളുടെ മാധ്യമത്തിലൂടെ ഞാനാ കണ്ടത്. എന്താണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഓൺലൈൻ തട്ടിപ്പിന്റെ ഒരു പ്രതി മലയാളിയാണ്. അയാൾ മലബാർ സ്വദേശിയാണ്. അയാൾ പിന്നെ ഇവിടെ പിന്നെ കംബോഡിയയിലിരുന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയ്ക്കും വിപുലമായ ഈ തട്ടിപ്പുകൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ സമൂഹമാണ് ഉണരേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ ചെയ്യുന്ന വലിയ സേവനമാണ്. ഒന്നുകൂടെ പറയാം, എക്സൈസ് ഡിപ്പാർട്ട്മെന്റും മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും അണിനിരുന്നുകൊണ്ട് ഒന്നിച്ച് കൈകോർത്ത് കേരളത്തിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയോടെ വിൽപ്പന കുറയ്ക്കാനാകുന്നു എന്നതിന്റെ കണക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അങ്ങനെ സാധ്യമായിട്ടില്ല എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ശ്രീജിത്ത് പണിക്കർ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി വിമുക്തമാക്കാൻ, സംസ്ഥാനം ലഹരി വിമുക്തമാക്കാൻ വിവിധ പരിപാടികൾ സർക്കാർ നടത്തുന്നു, മാധ്യമങ്ങളും നടത്തുന്നുണ്ട്. അതൊരു കൂട്ടായ പ്രവർത്തനം. സർക്കാരുമായി യോജിച്ച് തന്നെ പല മാധ്യമങ്ങളും പരിപാടികൾ ഒരു ദിവസം മുഴുവൻ നടത്തിയിട്ടുണ്ട്. ഞാനും അതിലൊരു പങ്കാളിയായിട്ടുണ്ട്.
അതിൽ അറിയുന്ന പല കാര്യങ്ങളും, ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. കാരണം സ്കൂളുകൾക്ക് സമീപമുള്ള പെട്ടിക്കടകളിൽ മിഠായിയിലൂടെ ലഹരി എത്തിക്കാൻ, അങ്ങനെ ചെറിയ കുട്ടികളെ തന്നെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ പെട്ടിക്കടകളിലും അങ്ങനെയുള്ള നിർദ്ദേശം കൊടുക്കുന്നു, അവിടേക്ക് എത്തുന്ന മിഠായികൾ പരിശോധിക്കുന്നു. അങ്ങനെ കണ്ടെത്തിയ മിഠായിയുടെ പാക്കറ്റ് വരെ നമ്മളെ കാണിച്ചു തരുന്നുണ്ടായി. പക്ഷെ അത് പുറത്തേക്ക് കാണിച്ചാൽ ഒരുപക്ഷെ അത് വാങ്ങിക്കാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ടായാലോ എന്ന് പറഞ്ഞ് ആ ദൃശ്യം കാണിക്കേണ്ട എന്ന് വരെ ചില എക്സൈസ് ഉദ്യോഗസ്ഥർ നമുക്ക് നിർദ്ദേശം തരികയുണ്ട്. അപ്പോൾ അത്രത്തോളം ജാഗ്രതായി കുട്ടികളെ ഇതിലേക്ക് വരാതിരിക്കാനുള്ള, ഇതിൽ പെടാതിരിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ലഹരി ഉപയോഗത്തിൽ പിടിയിലാകുന്ന വിദ്യാർത്ഥികൾ, അത് 18ഓ 20ഓ, അവർ വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ, അവരുടെ പേര് വിവരം, അവരുടെ പശ്ചാത്തലം ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി അതൊരു വാർത്തയാക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ ലഹരിയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നുണ്ടോ? ശ്രീജിത്ത് പണിക്കർ, ഒരു അപമാന ഭാരമാണ്. ആ അപമാന ഭാരത്തിൽ നിന്നും ഒരുപക്ഷെ വാശിയിൽ പുറത്ത് വീണ്ടും അതിലേക്ക് പോകാനും അതിൽ തന്നെ തുടരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ MLAയുടെ മകൻ എന്നതിൽ നിന്നും മാറ്റി നിർത്തി ആലോചിക്കുമ്പോൾ എന്താണ് പക്വമായ നിലപാട് ശ്രീജിത്ത്? അല്ല, നിയമപ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയമം എല്ലായ്പ്പോഴും ഒരു ഡെറ്ററൻ്റ് ആയിട്ട് കൂടി പ്രവർത്തിക്കേണ്ടതാണ്. അതൊരു കറക്റ്റീവ് മെഷറായിട്ട് കൂടി പ്രവർത്തിക്കേണ്ടതാണ്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അവർക്ക് നല്ലതാണോ, അവരുടെ ഭാവിക്ക് നല്ലതാണോ എന്നുള്ള ഒരു ഡിബേറ്റ് പണ്ട് മുതൽ തന്നെയുണ്ട്. അത് കേവലം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലല്ല, മറ്റു പല കേസുകളിലും. അതിന് സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ് പറയുന്ന ഡോക്ടർമാർ വരെയുണ്ട്, സൈക്കോളജിസ്റ്റുകൾ വരെയുണ്ട്. അതിലൊക്കെ തന്നെ പല ആൾക്കാരും പറയുന്നത് തന്നെ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. കൗൺസിലിങ്ങിനുമായിട്ട് മറ്റും പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ പറയുന്നത് തന്നെ ഏതാണ്ട് ഒരു 25 വയസ്സിന് താഴെ പ്രായമുള്ള ആൾക്കാരുടെ വിവരങ്ങൾ തന്നെ പറയാൻ പാടില്ല. കാരണം ആ ഒരു സമയത്തേക്ക് തന്നെ അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോടുള്ള അവരുടെ പ്രതികരണം, താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവിധ തലത്തിലാണ് ഓരോരുത്തർ പ്രതികരിക്കുക. അതിൻ്റെ ഒരു മെച്യൂരിറ്റി ലെവലൊന്നും ആ സമയത്ത് അവർക്ക് കിട്ടണമെന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഈ തരത്തിലുള്ള ഒരു പ്രിവിലേജ് നമ്മൾ നൽകുന്നത് പ്രായപൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. 18 വയസ്സിന് മുകളിലാണ് എങ്കിൽ നമ്മൾ ഏതൊരു ക്രൈം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളുടെ ഡീറ്റെയിൽസ് മുഴുവൻ തന്നെ നമ്മൾ പറയാറുണ്ട്. അത് ഏത് തരത്തിലുള്ള, അതൊരു മോഷണമാണെങ്കിലും ഇത്തരത്തിലുള്ള കേസാണെങ്കിലും കൊലപാതകമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള സംവിധാനത്തിന്റെ അല്ലെങ്കിൽ നിലവിലുള്ള രീതി അനുസരിച്ച് നമുക്ക് ഈ വിവരം പുറത്തു വന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് എല്ലാവർക്കും 20 മുതൽ 24 വരെ പ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിലവിലത്തെ കാര്യത്തിൽ ഒരു പക്ഷേ അത് ഡിബേറ്റബിൾ ആണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് എന്തെങ്കിലും നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ടോ, അവരുടെ ഭാവിയെയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകണമോ എന്നതൊക്കെ തന്നെ ഒരു സെപ്പറേറ്റ് ഡിബേറ്റ് തന്നെയാണ്. അക്കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിലവിലുള്ള അവസ്ഥ എന്താണ്? നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ കാണുന്നത് 20 മുതൽ 24 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിച്ചത് എങ്കിൽ ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ പ്രായം എത്രയാണ്? എൻ്റെ കൺസേൺ അവിടെയാണ്. അതായത് ഇതൊക്കെ തന്നെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഇത് മാധ്യമങ്ങളാണ് ഇതിന് പിന്നിലെന്നും മാധ്യമങ്ങളുടെ പ്രത്യേക അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീമതി പ്രതിഭ ആദ്യത്തെ ദിവസം പറഞ്ഞത് എന്താണ്? ആദ്യത്തെ ദിവസം പറഞ്ഞത് തന്നെ കുറച്ച് കുട്ടികൾ അവിടെ ചേർന്നിരിക്കുന്ന സമയത്ത് എക്സൈസ് അവരെ ക്വസ്റ്റ്യൻ ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ എന്നാണ്. രണ്ടാമത്തെ ദിവസമാണ് ഈ പുക വലിച്ചിരിക്കാം അല്ലെങ്കിൽ വലിച്ചിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് പോലും എത്തുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പോലും ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റോറി എന്ന രീതിയിൽ അവർ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ അതിൽ കരുതുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും ഒക്കെ ഇത്തരം വിവരങ്ങൾ കിട്ടുന്നതിനെ ആശ്രയിച്ചിട്ടാണ് നടപടികൾ എടുക്കുക. നമ്മൾ സിസ്റ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണെങ്കിൽ എക്സൈസിന് ഇതിനായിട്ട് സെപ്പറേറ്റ് ഇന്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ക്വാഡുകളുണ്ട്, അവർക്ക് ഷാഡോ പോലീസിംഗ് സംവിധാനമുണ്ട്, ട്രെയിൻ അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചിട്ടുള്ള ഇവരുടെ സ്ക്വാഡുകളുണ്ട്, പട്രോളിങ്ങും ബോർഡർ ചെക്കിങ്ങും പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സംവിധാനമുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഇവർക്ക് ഇൻഫോമേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം ഇതിലെ എവിടെ വെച്ച് നമ്മൾ ഇതിനെ തടയും, അല്ലെങ്കിൽ ഇതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ കൺസംഷൻ ആണോ അതോ ഇതിന്റെ കൈവശം വെക്കലാണോ വിൽപ്പനയാണോ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണോ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് പോകുന്നില്ല. അതിലേക്ക് പോകേണ്ടതുണ്ട്. അതിലപ്പുറം വിൽപ്പനയാണ് പ്രധാനമായും തടയേണ്ടത്. അതിലേക്ക് എത്രത്തോളം പോകുന്നത് ഇതൊരു വലിയ ബിസിനസ്സായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വേണ്ടത്. മാധ്യമങ്ങളും അതിനൊപ്പം കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ ശ്രീജിത്ത് പണിക്കർ, അതോടൊപ്പം തന്നെ ശ്രീ റെജി ലൂക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.